ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയപ്പോഴത്തേക്കും അവിടെയുള്ളൊരു പള്ളി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടപ്പോൾ നല്ല ഭംഗി, മൊത്തം ഡെക്കറേഷനാണ്. ഫുള്ള് റോഡുകളിലൊക്കെ വീടുകളിലും എല്ലാം ഫുള്ള് ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ന്യൂ ഇയർ വരെ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും നമുക്ക്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബീഫ് കറിയായിരുന്നു വെച്ചത്. ബീഫ് കറി, മരച്ചീനി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ സിമ്പിളായിരുന്നു കേട്ടോ. വളരെ ചെറുതായിട്ട് ആഘോഷിച്ചു. നല്ല മഞ്ഞും തണുപ്പും എല്ലാമാണ് രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ രാവിലെ തന്നെ ഈ ബീഫ് കറി വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അതിൽ ഉള്ളി പൊളിച്ചെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണല്ലോ. ഉള്ളി ഇട്ട് തന്നെ വെക്കുന്നതാണ് ചേട്ടനും ഇഷ്ടം കേട്ടോ. സബോള കൂടുതൽ അങ്ങനെ എടുക്കാറില്ല, മിക്കതിനും ഉള്ളി തന്നെ നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും ഉള്ളിയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ സംഭവം റെഡിയാക്കി വരാൻ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇതാ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ചോ ഫ്രണ്ട്സ്. മിക്കവാറും പോർക്ക്, അതാണ് ക്രിസ്മസിനൊക്കെ ഒരു സ്പെഷ്യൽ. പക്ഷെ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കൻ, ബീഫ്, മട്ടൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ വാങ്ങാറ്. അപ്പോൾ അതാ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റി, അതിനുശേഷം സവോളയല്ല ഉള്ളി, പെട്ടെന്ന് സവോളയെന്നേ വരുള്ളൂ. ഉള്ളി വഴറ്റി ഞാൻ ആദ്യം തന്നെ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ തേങ്ങ കൊത്തിടുന്നത് ചേട്ടന് അത്ര ഇഷ്ടമല്ല. പക്ഷേ തേങ്ങ കൊത്ത് വറുത്തതും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ ഞാനങ്ങ് വെക്കും. പക്ഷെ നന്നായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മസാലപ്പൊടികളൊക്കെ ഒരു കണക്കിന് ഇപ്പം ഞാനെല്ലാവരും ഏകദേശം കണക്കിനെടുക്കാനായിട്ടൊക്കെ പഠിച്ചു വരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഒന്നെങ്കിൽ മല്ലിപ്പൊടി കൂടും, അല്ലെങ്കിൽ എരിവ് കൂടും, ഇങ്ങനെയൊക്കെ ഏകദേശം ഒരു കണക്കിന് എൻ്റെ മോൾക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എരിവെടുക്കും. തീരെ കുറയ്ക്കില്ല കേട്ടോ, തീരെ കുറച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എരിവ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ദോശയും ബീഫ് കറിയും തന്നെയായിരുന്നു. രാവിലെ തന്നെ ബീഫ് കറി വയ്ക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. ദോശ ചുട്ടു, ദോശ ബീഫ് കറി രണ്ടും ഒന്നിച്ച് റെഡിയായി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു ഫ്രണ്ട്സ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ചെറിയ ആഘോഷങ്ങളും കാര്യങ്ങളും. ഇന്ന് നമുക്ക് കുറച്ച് പുൽക്കൂട് കാഴ്ചകൾ കൂടി കാണാം. ഇത് നമ്മൾ പുറത്ത് പോയപ്പോൾ എടുത്ത ഒരു പുൽക്കൂടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിവിടെ ഒരു കൊച്ചൊരു പാലം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, നല്ല ഭംഗിയാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ഹൈപ്പ് കൂടി തരണേ. താങ്ക് യു.